ബലിപെരുന്നാൾ. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർനെറ്റും ഇമെയിലും ഇല്ലാത്ത കാലം. നല്ല നിലാവുള്ള രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറക്കത്തിലേക്ക് തെന്നി വീഴുമ്പോൾ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം ഇലാഹിന്റെ സന്ദേശവുമായി എത്തുന്നു. തന്റെ 70 വയസ്സുവരെ കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് റബ്ബ് ഒരു സമ്മാനം നൽകിയിട്ടുണ്ടായിരുന്നു. മാമ്പഴത്തിന്റെ മധുരമൂറുന്ന കരളിന്റെ കഷ്ണമായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, തന്റെ പുത്രൻ. ഒരു ബലിപെരുന്നാൾ സമയത്ത് തന്റെ കരളിന്റെ കഷ്ണമായ കുഞ്ഞു പൈതലിനെ അള്ളാഹുവിനു വേണ്ടി ബലി കൊടുക്കാനായിരുന്നു ആ സന്ദേശം. ഹൃദയത്തിൽ 1000 കടന്നലുകൾ ഒരുമിച്ച് കുത്തുന്ന വേദനയുമായി തങ്ങൾ തന്റെ ഇണയായ ഹാജിറ ബീവിയുടെ അടുക്കലെത്തി കാര്യം പറഞ്ഞു. ഇബ്ലീസ് മാതൃസ്നേഹം കൊണ്ട് തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഉറച്ച ഈമാനുള്ള ഹാജിറ ബീവിയുടെ മുന്നിൽ ഇബ്ലീസിന് തോറ്റു മടങ്ങേണ്ടി വന്നു. തന്റെ നാഥന്റെ കൽപ്പന നിരസിക്കാനാവാതെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെയും കൂട്ടി പർവ്വതത്തിലെത്തി. ഇസ്മായിൽ നബിയുടെ ശിരസ് പാറയിൽ വെച്ച് വാപ്പ മോനോട് ചോദിച്ചു, നിനക്ക് ഭയമില്ലേ മോനെ? ഇല്ല ബാപ്പ, തക്ബീർ ചൊല്ലിക്കൊണ്ട് അറുത്തോളൂ ബാപ്പ. തന്റെ മകനെ തന്നെ ബലി കൊടുക്കാനായി മൂർച്ചയേറിയ കടാര ഓങ്ങി നിൽക്കുമ്പോൾ കരുണാമയനായ നാഥൻ കനിവ് ചൊരിഞ്ഞു. അല്ലയോ ഇബ്രാഹിമേ, നിന്റെ മകനു പകരം ഒരു ആടിനെ നൽകിയാൽ മതിയെന്ന്. അതായിരുന്നു ബലിപെരുന്നാളിന്റെ തുടക്കം.